This video is sponsored by F2 Shirts. Shirts for Generation Next. F2 Shirts. Focus on fashion. Okay, fine. അപ്പോൾ ഇതെല്ലാം ഓഡിയൻസ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾ റെഡിയാണോ? Yes. Okay. Yes. All right. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഗെയിം എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഈ ഗെയിമിൽ ആരായിരിക്കും ജയിക്കുക? ഏത് ടീം ആയിരിക്കും ജയിക്കുക? എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ? അനു കൈ പൊന്തിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം. ചാട്ടക്കടി മേടിക്കുന്നത് ഞങ്ങളായിരിക്കും. Okay. That means ജയിക്കുന്നത് ഇവരല്ല, തോൽക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഉണ്ടെന്നാണ് നെൽസന്റെ ടീം പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പൊ ആർക്കൊക്കെ അടി കിട്ടാൻ പോണു, ആർക്കൊക്കെ വേദന എടുക്കും, ആർക്കൊക്കെ ഗെയിം കളിച്ചിട്ട് ജയിക്കാൻ പറ്റും, നമുക്ക് നോക്കാം. ഏതായാലും ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് പറയാം. അതായത് രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് 2 പേര് വെച്ചിട്ടായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കുക. അവിടെ 2 പേരായിരിക്കും. അവിടെ നിങ്ങൾക്ക് കുറെ നാളിൽ നമ്മൾ ബലൂൺ വെച്ചിട്ടൊരു ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിമിസ് ബലൂൺ ഉണ്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറെ ബലൂൺസ് അവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേര് ഇതിന്റെ മുകളിൽ, അതായത് ഇതിലിങ്ങനെ കയറി നിൽക്കുകയാണ്. എന്നിട്ട് ബലൂൺ നിങ്ങൾ ഇവിടെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യണ്ടായിരിക്കും. എന്നിട്ട് പതുക്കെ പിച്ച വെച്ച് ഓരോ കയറിലും ഇങ്ങനെ പിടിച്ച്, അതായത് ബലൂണും നിങ്ങൾ തൊടാൻ പാടില്ല. ഈ റോഡുമ്മ വേണം, തൊട്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് കൈ തൊടാതെ ബാലൻസ് ചെയ്ത് അത് ഇങ്ങോട്ട് ഇടണം. ദാറ്റ്സ് ദ ഗെയിം. അതിൽ ചവിട്ടിയിട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ബലൂൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. 2 ടീംസിനും 2 കളറാണ്. ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ വൈറ്റ് ആണ്. ഓക്കെ, കൈ യൂസ് ചെയ്യാൻ പാടില്ല. ഫൗൾ പ്ലേ നടത്തി കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് ഒരുപാട് മൈനസ് പോയിന്റ്സ് കിട്ടും. അപ്പൊ ഇതിലിങ്ങനെ ചാടി വരുന്നത് കൊണ്ട് തന്നെ മൂവിംഗ് ഓൺ ടു ദി ഗെയിം മോഗ്ലി. അപ്പൊ മോഗ്ലി എന്ന് പറഞ്ഞ ഒരു ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. 2 പേര് അവിടെ ഇവിടെയും സെറ്റ് ആണ്. സോ യുവർ കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. അടിപൊളി, ഗുഡ് ബാലൻസിങ്. ഈ അമൃതയുടെ എക്സ്പ്രഷനിൽ മാറ്റമൊന്നുമില്ലേ? ഞാൻ ഗെയിം പറഞ്ഞപ്പോഴേ എല്ലാരും വിചാരിച്ചു ഭയങ്കര ഈസിയാണ്. കളിച്ചു തുടങ്ങി. വെരി ഗുഡ് അസീസ്ക. ബട്ട് വെയിറ്റ്, അമൃത വരുന്നല്ലോ. ബലൂൺ കളയരുത്, കൈ യൂസ് ചെയ്യരുത്. ആ ബലൂണിന്റെ കാര്യത്തില് ഓക്കെ. അടുത്ത 2 പേര്. വെരി ഗുഡ്, സൂപ്പർ. ലക്ഷ്മി ചേച്ചിയും വാശിയോടുകൂടി കളിക്കുകയാണ്. വെരി ഗുഡ്, സൂപ്പർ. അത് പോകൂടെ, അത് പോവും, ഇപ്പൊ പോവും. എന്തിനാ നെൽസൺ ചേട്ടന്റെ ടീം ഇപ്പൊ 1 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. ശേഷക്രിയക്ക് എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു. കാല് കുടുങ്ങി. ശരിക്കും നമ്മുടെ തങ്കവും അമൃതയും ഭാഗ്യ ജോഡികളാവോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. എത്രത്തോളം ലക്കി കപ്പിളാണ് ഇവരുള്ളത് നമുക്ക് നോക്കാം. വെരി ഗുഡ്, 1 point again. നമുക്ക് തങ്കച്ചൻ ചേട്ടനും അതുപോലെ തന്നെ അമൃതക്കുട്ടിക്ക് ഒരു വലിയ കൈ കൊടുക്കാം. ഇവര് ഭാഗ്യ ജോഡികളാവോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും കളിച്ചോണ്ടിരിക്കുന്ന അനുവിന്റെ ശ്രദ്ധ ഓപ്പോസിറ്റ് ടീമിലാ. മുന്നോട്ട് മാറ്റി അലറല്ലേ നീ കാലിച്ച് കാട്ടി ബാക്കിലോട്ട് ആക്കിപ്പെടും. അങ്ങനെ ചവിട്ടുമ്പോ നീ കാല് ബാക്കി ആക്കി കൊടുക്കണം കേട്ടോ. പോലെ ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ഓക്കെ. നീ മുന്നോട്ട് മാറ്റി പിടിക്കണം. പോകരുത്. 2 കൂടെ ഒരുമിച്ച് ഇറങ്ങിയാ പോലെ. അങ്ങനെ പിടിക്കരുത്. ഇനി കൊണ്ടിട്. വെരി ഗുഡ്, അടിപൊളി. ക്യാപ്റ്റൻ ഇറങ്ങാണ്. വെരി ഗുഡ്. ആർക്ക് വേണേലും ജോയിൻ ചെയ്യാം. അല്ല, എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്?
കാരണവശാലും ബലൂൺ കളയരുത്. ബലൂൺ കളയരുത്. സ്ലോയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ജയിച്ചു നിൽക്കും. ഇത് അങ്ങനെ ഇറങ്ങല്ലേ. ആ ചവിട്ടി. ഫ്രണ്ടോട്ട് മാറ്. നീ ഇവിടെ കിടന്ന് ചാടി കളിക്കുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശം കാണും. ചവിട്ട് മോളെ. ആ ഓക്കെ. ആ ഇനി രക്ഷപ്പെട്ട്. ആ ഇനി അടുത്ത കമ്പിയില്ല. ആ ചവിട്ട്. നീ ഇറങ്ങി പോവല്ലേ കേട്ടോ. പതുക്കെ നിക്ക്. നീ അവിടെ തന്നെ നിക്ക്. അവൾ ഇറങ്ങിയിട്ട് പോയാൽ മതി. ആ ഇട്. ഗുഡ്. 5 ആയവര്. അല്ലേ പോണം. വെരി ഗുഡ് സൂപ്പർ. രണ്ട് ടീമും നന്നായിട്ട് കളിക്കണ്ടേ. വെരി ഗുഡ്. അടിപൊളി. അമൃത എങ്ങനെയുണ്ടായിരുന്നു തങ്കുന്റെ ഗെയിം കളിച്ചു? മര്യാദക്ക് കളിക്കണ്ടോ? പെർഫെക്റ്റ് ആയിരുന്നു. ശരി, വീണ്ടും ഒരു പൊൻതൂവൽ കൂടി. തങ്കച്ചനോട് കളിച്ച ഗെയിമുകളെല്ലാം സിൻസിയറായിട്ടാ കളിച്ചത്. ഞങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എന്റെ പാന്റ് വരെ ഊരിപ്പോൻ തുടങ്ങി. എന്നിട്ട് ഞാൻ കളിച്ചു. വളരെ റെലവെന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്ലോർ ആണ്, നോണ പറയരുത്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതെ ഇങ്ങനെ ഗെയിം കളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയത്. ഇങ്ങനെ ഗെയിം കളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഏതാ? എന്തുകൊണ്ടാ? നമുക്കൊരു കംഫർട്ടബിൾ ഉണ്ട്. പിന്നെ ഒരു കളിക്കുമ്പോ ഒരു എങ്ങനെ ഒരു അച്ചടക്കം അങ്ങനെ ഒരു സംഭവം. അതായത് പിടിച്ച് പറിക്കാൻ അങ്ങനെയില്ല. നമ്മുടെ കാലിൽ ചവിട്ടി നോവിക്കില്ല. ഒരു ബുദ്ധിപരമായിട്ട് അതെ നമ്മളെ കാലിൽ ചവിട്ടി നോവിക്കില്ല. ചില എപ്പിസോഡുകളിൽ ഇങ്ങനെയല്ലല്ലോ മിസ്റ്റർ തങ്കച്ചൻ മിത്ര താങ്കൾ പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്ക് വെച്ച് മാറി. പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് എന്ന് പറയുമ്പോ അവര് ഇടയ്ക്ക് ഒന്ന് പറയാൻ പറ്റും? അല്ല ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു വാക്കല്ല. അതെന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവള് തന്നെ കമ്പോസ് ചെയ്തുകൊണ്ട് വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ട് എന്നെ അടിക്കും. എന്നെ അതെ പലിശക്ക് പൈസ വാങ്ങിച്ച് അടിക്കില്ലേ, അതുപോലെ തന്നെ ദേഹം ഉത്തരച്ച് ഭയങ്കര ദേഹം ഉത്തരച്ച്. ഒരു ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ സത്യം ഞാൻ എനിക്ക് കല്ലാറെ അവിടെ ഞാൻ വൈദ്യശാലയിൽ പോയി കിടക്കും ഒരാഴ്ച ഇവളോട് ഡാൻസ് കളിച്ചിട്ട് പോണത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമൃത ഗെയിം കളിച്ചപ്പോ നല്ല കംഫർട്ടബിൾ. തങ്കുന്റെ കൂടെ ഗെയിം കളിക്കാണോ കംഫർട്ടബിൾ, നെൽസൺ ചേട്ടന്റെ കൂടെ ഗെയിം കളിക്കാണോ? തങ്കച്ചന്റെ കൂടെ. ഇത്രയും തല തെറ്റി കളഞ്ഞാലും ഓണില്ലെന്ന് പറഞ്ഞ് ഞാൻ തങ്കച്ചന്റെ കൂടെയാ. ഹൈറ്റും ഒക്കെ ആയതുകൊണ്ട് എന്റെ മണ്ട ചാടിക്കാറ്. അതാണ് കൈക്ക് ഒതുങ്ങും. ഇഷ്ടമുള്ള പോലെ പിടിച്ച് ഉപദ്രവിച്ച് പിഴിഞ്ഞെടുക്കാം. അതാണല്ലേ. എനിക്കൊരു കാര്യം കാണാൻ ആഗ്രഹമുണ്ട്. അതായത് ഉള്ളിലിങ്ങനെ വിതുമ്പി നിൽക്കുന്ന വിങ്ങി നിൽക്കുന്ന നമ്മുടെ അനു തങ്കച്ചൻ ചേട്ടാ ഒന്ന് ചെയ്യുന്ന കുട്ടിക്ക് വിഷമമുണ്ട്. ഒരു ഗെയിം ആ ബലൂൺ പൊട്ടാനേ ചാൻസ് ഉള്ളൂ. ഇതെന്ത് അല്ല ഇങ്ങനെ നേരത്തെ കളിച്ച നിങ്ങൾ രണ്ട് ഒരു ടീമാണ്. അയ്യോ അല്ല അതിനു മുമ്പ് പറയട്ടെ, അമൃതയും തങ്കച്ചുമാണ്. നമ്മള് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് കാറിൽ പോകുമ്പോഴേ ഇവര് ആലപ്പുഴ കിടന്ന് അടിയായിരിക്കും. ശരി ഓക്കെ. അപ്പൊ ഇതിലും ഈ ഒരു ഗെയിം കഴിയുമ്പോ മോഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗെയിം അനുവിന്റെ എക്സ്റേ അനു പൊട്ടിച്ച് ഞാൻ മേടിച്ചു. ഓക്കെ അപ്പഴേ ഈ മോഗ്ലി എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോ ഇതിന് ടോട്ടൽ സ്കോർസ് പറയാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ നിങ്ങളുടെ വൈറ്റ് കളർ ആയിരുന്നു ആൻഡ് നിങ്ങളുടെ ബ്ലാക്ക് കളർ ആയിരുന്നു. ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ അതായത് മൈനസ് കാര്യങ്ങളെല്ലാം മൈനസ് ചെയ്തതിന് ശേഷം ടോട്ടൽ പോയിന്റ്സ് നമ്മൾ നോക്കുമ്പോൾ ദൈവമേ ഇവർക്കുള്ള ടോട്ടൽ സ്കോർസ് 5 points and 5 points goes to both teams. രണ്ട് ടീമിനും
പോയിന്റ് ആണ്. അതായത് ഇതിൽ ചെറിയ ഫ്ലോസുകൾ ഉണ്ടായിരുന്നു. ചിലർ കൈ യൂസ് ചെയ്തിരുന്നു, ചിലർ കൈ കൊണ്ട് ബാലൻസ് ചെയ്തിരുന്നു. എല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പാന്ത പറഞ്ഞിട്ടാണ് 2 ടീമിന് 5 points. ഓക്കെ. This video sponsored by F2 Shirts. Shirts for Generation Next. F2 Shirts. Focus on fashion.